ഷാപ്പുകളെയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞത് അത് മുസ്ലിം സമുദായത്തിനെതിരല്ല, മുസ്ലിം ലീഗിനെതിരെയാണ്. എരപ്പൻ ജലീലിനെ കൊണ്ടുവരെ പറയിപ്പിച്ചു. ജലീൽ കടന്ന് മെഴുകിയില്ലേ, ജലീൽ കടന്ന് ക്യാപ്സൂളുകൾ ഇറക്കിയില്ലേ. ഇപ്പൊ തോൽവി ഏറ്റപ്പോൾ പറയാണ് തെരഞ്ഞെടുപ്പില് ഒരായുധം വേണമായിരുന്നു, തെരഞ്ഞെടുപ്പില് ഇവർക്ക് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഒരായുധം വേണമായിരുന്നു. ആ ഭൂരിപക്ഷത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ ഇവർ കരുതിയത് മുസ്ലിങ്ങളെ തെറി വിളിച്ച് ആ തെറി വിളിക്കുന്ന വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ വോട്ട് കൂടി ലഭിക്കുമെന്ന്. എടോ, ഇത് കേരളമാ. അത് തിരിച്ചറിയാൻ CPM-ന് സാധിച്ചില്ല. കാരണം എന്താ, എന്തുകൊണ്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, വളരെ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ 1000 ആവർത്തി നിങ്ങൾ കേൾക്കണം. ഒരൊറ്റ സെൻറ്റൻസ് ആണെങ്കിൽ പോലും അതിൽ പല കാര്യങ്ങൾ, അപകടങ്ങൾ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിന് എതിരാണ്. ആരാണ്? ഗോവിന്ദൻ പറയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ അതിനെതിരാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെല്ലാം വർഗീയതയാണ് എന്ന് ഇപ്പോഴും പറയുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, വിഷജന്തുവാണ് എന്ന് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ഒരു പോറലേൽക്കരുത്, അയാൾക്ക് വേദനിക്കരുത് എന്നുള്ള ആഗ്രഹമാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഈ സംസാരം എന്തിനാ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഇപ്പൊ വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുമ്പോൾ പിണറായി വിജയൻ ഭൂലോക പൊട്ടനൊന്നല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ ഈ പിണറായി വിജയൻ ആ മുഖ്യമന്ത്രിയുടെ കാറിൽ മറ്റ് ഒരു ഏതെങ്കിലും CPM-കാരനാവണ്ടടോ, CPM-ന് പുറത്തുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കയറ്റിയത് നിങ്ങളൊന്ന് കാണിച്ചേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശനെ ഒരു അനുമോദന ചടങ്ങുണ്ടായിരുന്നല്ലോ. ആ ചടങ്ങിൽ പോയി പൊന്നാട അണിയിച്ച് കെട്ടിപ്പിടിച്ച് മൈക്കിന് മുന്നിൽ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതെന്താ? വെള്ളാപ്പള്ളി നടേശന്റെ നാവ് സരസ്വതി വിളയുന്ന നാവാണെന്നാ പറയുന്നത്. എപ്പോഴാ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിനേരെ നിരന്തരമായിട്ട് വിഷം തുപ്പിക്കൊണ്ടിരുന്നപ്പോൾ സരസ്വതി വിളയുന്ന നാവാണെന്ന്.